ഇപ്പോൾ നിൽക്കുന്നത് മൂന്നാറിലാണ്. മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്ക് നമ്മുടെ ഒരു ബൈക്കേറുള്ള ഒരു യാത്ര നിങ്ങളെ കാണിക്കണം എന്നൊരു ആഗ്രഹം കൊണ്ട് ഒരു വീഡിയോ എടുക്കുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മളിപ്പോൾ കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതായത് മാട്ടുപ്പെട്ടി ഡാമിന് ശേഷമുള്ള ഭാഗങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത്. കാര്യം നല്ല മഴയാണ് മൂന്നാറ്. മാട്ടുപ്പെട്ടി ഡാമിന് ശേഷം മഴ പെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടം തൊട്ടൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല സീനറിയും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടുന്ന് ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ മറ്റ് സോഷ്യൽ മീഡിയ സൈറ്റുകളും ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമ്മുടെ മറ്റ് അപ്ഡേഷനും കാര്യങ്ങളും എല്ലാം ഗീവ് അവേയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആ ഒരു ഓൺലൈൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ ത്രൂ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ യാത്ര ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ഒരു പാർക്കാണ്. ഈ ഒരു പാർക്കിൽ നമുക്ക് ഒത്തിരി റൈഡുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു പാർക്കിൽ, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പാർക്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ബോട്ടിങ്, സ്പീഡ് ബോട്ടിങ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു സ്ഥലമാണ്. മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ മിക്ക ആളുകളും മാട്ടുപ്പെട്ടി ഡാം വരെയാണ് മിക്ക ആളുകളും വരുന്നത്. കൂടുതൽ ആളുകളും ടോപ്പ് സ്റ്റേഷൻ വരെ വരും. അപ്പോൾ വരുന്ന വഴിക്ക് നിങ്ങൾക്ക് ഈ ഒരു പാർക്കിലൊക്കെ കയറാം. ഒരു ഫുൾ ഡേ നിങ്ങൾക്ക് ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സംവിധാനങ്ങളും കാര്യങ്ങളും എല്ലാം ഈ പാർക്കിനകത്തുണ്ട്. ഈ പാർക്കെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നമ്മുടെ വീഡിയോ ഒന്ന് സ്പീഡ് കൂട്ടിയിടുക എന്നുള്ളൊരു ഇതുണ്ട്. കാര്യം ഒത്തിരി ടൈം ലെന്ത് കൂടുതലാണ്. കാര്യം ഇത്രയും ആളുകൾ ഈ ഒരു വീഡിയോ ഇത്രയും സമയം കാണുമോ എന്ന് നമുക്ക് സംശയമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ മാക്സിമം സ്പീഡ് ലെന്ത് കൂടിയ വീഡിയോ നമ്മളൊന്ന് സ്പീഡ് കൂട്ടിയിടുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മൂന്നാറിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ വരാൻ പറ്റിയൊരു ടൈമാണ് ഇത്. അത്യാവശ്യം നല്ല പുൽമേടുകളും കാര്യങ്ങളും അത്യാവശ്യം നല്ല ഇതുണ്ട്. ഇപ്പോൾ ഇവിടെ ആനയൊക്കെ ഈ ഒരു മുകളിൽ കാണുന്ന പുൽമേട് കണ്ടോ, ഇവിടെയൊക്കെ ആനകൾ വരുന്നൊരു സ്ഥലമാണ്. നമുക്കൊരു ചില സമയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആനകൾ കഴിക്കാനൊക്കെ ആഹാരമൊക്കെ കഴിക്കാൻ വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ജസ്റ്റ് കാണുന്ന ഒരു ഫാമാണ്. ഈ ഫാം ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ എടുത്ത് വെച്ച് കാണിക്കാം. ഈ സ്ക്രീൻഷോട്ട് നിങ്ങൾ കണ്ടാൽ ഇതിൻ്റെ ഈ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. വണ്ടി നിർത്തി നമ്മുടെ ക്യാമറ ജസ്റ്റ് ഒന്ന് ശരിയാക്കാനായിട്ട് നമ്മുടെ ക്യാമറയുടെ പൊസിഷൻ ഒന്ന് മാറ്റാൻ വേണ്ടിയാണ് ക്യാമറ വേറെ സൈഡിലോട്ടാണ് ഇരിക്കുന്നത്. കാരണം ഒരു വ്യൂ നല്ല രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തത്. നമുക്ക് ആ ക്യാമറ ഒന്ന് ലെഫ്റ്റ് സൈഡിലോട്ടാക്കണം. ലെഫ്റ്റ് സൈഡിലോട്ടാക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു വ്യൂ നിങ്ങൾക്ക് കിട്ടും. അതിപ്പോൾ ക്യാമറ പുറകിൽ നിന്ന് ആരാണ്ട് പിടിച്ചു വെച്ചേക്കുന്നത് പോലെയാണ് നിങ്ങൾക്ക് ക്യാമറയുടെ ഒരു പൊസിഷൻ കിടക്കുന്നത്. അതുകൊണ്ട് അതൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഈ യാത്ര മുന്നോട്ട് തുടങ്ങാം. അതിപ്പോൾ അതിനിടയിൽ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ജീപ്പ് പോകുന്നത് ശ്രദ്ധിച്ചോ? ആ ജീപ്പുകാരൻ പോകുന്നുണ്ട്. അവിടെ എത്തിയപ്പോൾ അയാളൊന്ന് വെട്ടിച്ചു. ആ വെട്ടിച്ചെന്ന് പറയാനായിട്ട് ഇവിടുത്തെ ജീപ്പുകാർ ആളുകളെ കൊണ്ട് വരുന്നത് ആ യാത്രയുടെ ആ ഒരു ഇത് കാണിക്കാനോ ഇല്ലെങ്കിൽ ആ യാത്രയുടെ ഒരു എക്സ്പീരിയൻസ് ഭംഗികൾ കാണാനല്ല, ജീപ്പയിലിരുന്ന് അഭ്യാസം കാണിക്കാനാണ്. കാര്യം അത് ഇങ്ങനെയുള്ള യാത്ര ചെയ്യുമ്പോഴാണ് ഒത്തിരി അപകടങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത്. ഈ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴാണ് മറ്റ് വാഹനങ്ങൾക്ക് ആൾക്കാർക്ക് ഇവിടെ വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്.
ആനക്കൂട്ടമായിരുന്നു. ആനക്കൂട്ടത്തിൻ്റെ ഒരു ചെറിയ ഷോട്ട്, ഒരു ചെറിയൊരു സ്ക്രീന് ഈ ഒരു വീഡിയോയുടെ അകത്ത് ഞാൻ വെച്ച് കാണിക്കാം. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. നമ്മളത് എഡിറ്റ് ചെയ്യുമ്പോൾ അതൊരു ബ്ലാക്ക് സ്ക്രീൻ പോലെയാണ് കിടക്കുന്നത്. അത് ഔട്ട് വരുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് വിഷ്വൽ കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഇങ്ങനെ ആനക്കൂട്ടങ്ങളൊക്കെ കാണാൻ സാധിക്കും മിക്കവാറും ഈ ഒരു ടൈമിലൊക്കെ. അതായത് ഈ പുല്ലുമേട് അത്യാവശ്യം പുല്ലൊക്കെ ഉള്ള സമയത്ത് ആനകൾ വന്ന് പുല്ല് തിന്നാനും പിന്നെ ഈ തൊട്ട് താഴെ കാണുന്ന ഡാമിലൊക്കെ കുളിക്കാനും വെള്ളം കുടിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആനകളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അതൊക്കെ കാണാൻ സാധിക്കും. ഇതൊക്കെ അതിൻ്റെ ഒരു ടൈമാണ്. നല്ല കോടമഞ്ഞൊക്കെ ഇറങ്ങുന്ന ഒരു ടൈമാണ് ഈ ഒരു ടൈം. ഇവിടെ അത്യാവശ്യം നല്ല വ്യൂ ഉള്ളതുകൊണ്ടാണ് ആളുകൾ ഇപ്പോൾ വരുന്നത്. അത്യാവശ്യം തിരക്കുണ്ട്. നമ്മളിപ്പോൾ നേരെ ചെല്ലുന്ന സ്ഥലത്തോട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ തിരക്കിൻ്റെ, ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു തിരക്കിൻ്റെ ഇത് നിങ്ങൾക്ക് മനസ്സിലായി, വ്യാപ്തി നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇവിടെ ഉണ്ടോ ഒരു ബോർഡ് വെച്ചേക്കുന്നത് കണ്ടോ, ഇവിടെ ആനകൾ ഇറങ്ങുന്ന ഒരു സ്ഥലമാണെന്ന് ലെഫ്റ്റ് സൈഡിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ പുൽമേടിലൊക്കെ ആനയെ നമുക്ക് കാണാൻ സാധിക്കും. ഈ മുകളിലത്തെ പുൽമേടിലൊക്കെ ആനകൾ കൂട്ടമായിട്ട് നിന്ന് പുല്ല് തിന്നാനൊക്കെ വന്ന് നിൽക്കുന്നതൊക്കെ നിങ്ങൾക്ക് മിക്ക സമയങ്ങളിലും കാണാൻ സാധിക്കും. ഇതിപ്പോൾ എവിടെയാണ് ഇതുങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. മിക്കവാറും ഈ ഒരു ഏരിയകളിലാണ് ഇതുങ്ങൾ നിൽക്കുന്നത്. നമുക്കങ്ങനെ നമ്മുടെ നേരെ വരത്തില്ല. ഇത് മൊത്തം ഫെൻസിങ് അടിച്ചേക്കുന്ന സ്ഥലമാണ്. ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളെല്ലാം ഇട്ടിരിക്കുന്ന സ്ഥലമാണ്. നമുക്ക് അത്യാവശ്യം നല്ലൊരു നിന്ന് കാണാൻ ആനകളെ ആണെങ്കിലും നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരിതാണ്. ഇവിടെ താഴോട്ട് നോക്കിയാൽ ഡാമാണ്. ഡാമിൽ നിന്ന് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോട്ടിങ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഡാമിൻ്റെ തന്നെ ബോട്ടിംഗ് ഉണ്ട്. ആ ബോട്ടിങ് സർവീസ് എടുക്കുകയാണെങ്കിൽ, ബോട്ടിങ്ങൊക്കെ ചെയ്ത് നിങ്ങളിങ്ങനെ വരികയാണെങ്കിൽ ഈ ആനകൾ നിന്ന് കുളിക്കുന്നതും വെള്ളം കുടിക്കാൻ പറ്റുന്നതൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു വീഡിയോ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കടകളൊക്കെയാണ് പൊളിച്ചു എന്ന് പടയപ്പ പൊളിക്കുന്ന മിക്ക കടകളൊക്കെയാണിത്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ആളുകളൊക്കെ വന്നിട്ടുണ്ട്. സ്കൂൾ കുട്ടികളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്നൊരു ടൈമാണിത്. നല്ല അത്യാവശ്യം അതിൻ്റെ ഒരു തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. കടകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുത്തെ തനതായ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് അപ്പോൾ അത്യാവശ്യം ബാർഗെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വില കുറച്ച് കിട്ടുകയുള്ളൂ. അത്യാവശ്യം നല്ല വിലയും കാര്യങ്ങളൊക്കെ ഇവർ പറയും. 100 രൂപയുടെ നമ്മുടെ മൂന്നാറിൽ നിങ്ങൾ 100 രൂപയ്ക്ക് പറയുന്ന സാധനം ഇവിടെ വരുമ്പോൾ അത് 250 രൂപയ്ക്ക് ഇവർ എടുത്ത് പറയും കച്ചവടക്കാർ. നമ്മളത് അത്യാവശ്യം വില പേശി സംസാരിച്ചില്ലെങ്കിൽ നമുക്ക് ആ സാധനം 250 രൂപയ്ക്ക് മേടിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മളത് മൂന്നാറിൽ ചെന്ന് വില മേടിച്ചാൽ അവർ ചോദിച്ചാൽ 100 രൂപയെ കാണുകയുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇവിടെ ഒന്ന് സാധനം മേടിക്കുക. അത്യാവശ്യം നല്ലൊരു റഷുണ്ട് ഇവിടെ. നമ്മളിപ്പോൾ അത്യാവശ്യം ചേരെ ചെല്ലുന്നൊരു ബ്ലോക്കിനകത്തോട്ടാണ്. ഇപ്പോൾ ഈ ഒരു കണ്ടോണം കാര്യം, ഈ വഴി സൈഡിലൊക്കെ ഈ വണ്ടി നിർത്തിയിട്ട് കണ്ടോണം. കണ്ടോ ഈ ഒരു ജീപ്പ് കാര്യങ്ങളെല്ലാം ഓട്ടോയും കാര്യങ്ങളൊക്കെ ഈ വഴി സൈഡിൽ കൊണ്ട് നിർത്തിയിടും. അത് കാരണം 2 വണ്ടികൾക്ക് പോകേണ്ട ഒരു വഴി ഉണ്ടെങ്കിൽ പോലും തന്നെ മറ്റ് വണ്ടികൾക്ക് ഇതുവഴി പോകാൻ സാധിക്കുകയില്ല. അതാണൊരു പ്രശ്നം. അപ്പോൾ ഇങ്ങനെ വന്ന് കുറേ നേരം കിടക്കും. അപ്പം ഓപ്പോസിറ്റ് ബസ്സോ വല്ല ലോറിയോ വരുന്നെങ്കിൽ മറ്റ് വണ്ടികളൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. പിന്നെ നിന്ന നിൽപ്പിൽ അത്രയും ദൂരം വന്നിട്ട് നമ്മുടെ ലൈൻ നിൽക്കുമ്പോൾ പെട്ടെന്നായിരിക്കും അവർക്ക് തോന്നുന്നത് എനിക്ക് ഇങ്ങോട്ട് കയറിയേക്കാം എന്ന് തോന്നുന്നവർ പെട്ടെന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് അങ്ങോട്ട് തിരിയുമ്പോൾ വീണ്ടും അവിടെ അടുത്ത് ബ്ലോക്ക് ഉണ്ടാവും. കണ്ടോ ഇപ്പോൾ കണ്ടോ ആ കാറുകാരൻ അവിടെ അകത്തോട്ട് കയറ്റാനായിട്ട് ആ ഒരു അകത്തോട്ടൊരു ചെറിയ ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിനകത്തോട്ട് പാർക്ക് ചെയ്യാൻ ആ കാറുകാരൻ കിടക്കുകയാണ്. പക്ഷേ അത് ബ്ലോക്കായി. ഇപ്പോൾ കണ്ടോ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു ബസ് ഇറങ്ങി വരുന്നുണ്ട്. ആ
ഫ്രണ്ട് ചെയ്യുന്നത് അത് ചെക്ക് പോസ്റ്റാണ്. മുകളിൽ കാണുന്നത് കണ്ടോ, ആ ബസ് ഇറങ്ങി വരുമ്പോൾ അടുത്ത ബ്ലോക്ക് ഉണ്ടാവും. കാര്യം ഇവിടെ വണ്ടികൾ ഈ വഴിയിലാണ് കിടക്കുന്നത് മിക്ക വണ്ടികൾ. അപ്പോൾ ഒരു ബസ്സിന് പോകാനുള്ള ഗ്യാപ്പ് ഇപ്പം നമ്മുടെ ഈ സൈഡിലില്ല. അപ്പോൾ ഈ വഴി സൈഡിൽ കൊണ്ട് വണ്ടി നിർത്തിയിടുന്നതാണ് പ്രശ്നം. കാര്യം ഇച്ചിരിയുടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്നത് വഴി സൈഡിലോട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സംവിധാനമുണ്ട്. പക്ഷേ ഇവരാരും ചെയ്യത്തില്ല. കണ്ടോ, റോഡിൻ്റെ ഒരു പകുതി മുക്കാലും ഭാഗം കാർ പാർക്കിങ്ങിന് വേണ്ടി അങ്ങ് പോയേക്കുക, വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടി തന്നെ പോയേക്കുക. അതുകൊണ്ട് തന്നെ നല്ലൊരു ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ മൂന്നാറിൽ നിന്ന് വട്ടവടയിലോട്ട് പോകുമ്പോൾ ആദ്യത്തെ ചെക്ക് പോസ്റ്റാണ് ഇത്. രാത്രി 7-8 മണിയാകുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യും. നമുക്ക് ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് പോകണമെങ്കിൽ അവിടെ ഏതെങ്കിലും റിസോർട്ടോ കാര്യങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടാകണം, ഇല്ലെങ്കിൽ അവർ കയറ്റി വിടുകയില്ല. പിന്നെ എല്ലാം എമർജൻസി കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാനാണെങ്കിലും ഇതുപോലെ തന്നെ എമർജൻസി ഉണ്ടെങ്കിൽ മാത്രമേ അവർ പുറത്തോട്ടും വിടുകയുള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വണ്ടി ചെക്കിങ് കാര്യങ്ങളെല്ലാം ഇവിടെ നടത്തും. ഇവിടെ എക്കോ പോയിൻ്റാണ്. ഈ എക്കോ പോയിൻറ്റിൽ നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഡാമിലൊക്കെ നിങ്ങൾക്ക് ഇറങ്ങി നിൽക്കാം. ഇത് ഡാമിലോട്ടൊക്കെ ഇറങ്ങാൻ പറ്റുന്ന വേയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഇത് കണ്ടോ, ഈ ഒരു സൈഡിലോട്ട് ഇവിടെ വണ്ടിയൊക്കെ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സൈഡിലൊക്കെ ഇറങ്ങാം. മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് ഇവിടെ ആനകൾ വരുന്നൊരു സ്ഥലമാണ്. ആനയൊക്കെ വന്ന് ഇവിടെ വരുന്ന സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആനകളൊക്കെ ഇല്ലാത്തപ്പോൾ വേണം ഇങ്ങോട്ടൊക്കെ ഇറങ്ങാൻ. അതൊക്കെ അവരുടെ ഫോറസ്റ്റുകാരും കാര്യങ്ങളൊക്കെ നമ്മൾ അതിന് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ പറയും. ഇവിടെ അത്യാവശ്യം ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഫോട്ടോയ്ക്ക് പറ്റിയ ഫോട്ടോ പ്ലേസ് എന്ന് പറയാം. അത് ഫോട്ടോ പോയിൻ്റ് എന്ന് പറയുന്ന സ്ഥലം മൂന്നാറിന് തൊട്ടപ്പുറത്തുണ്ട്. എന്നാലും അതിനേക്കാൾ ഇച്ചിരിയുടെ ഒരു എന്താണ് പറയുന്നത്, ഒരു ബെറ്റർ സ്ഥലം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ആളുകളൊക്കെ നിന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം നമ്മൾ ഈ ഒരു ചെല്ലുന്ന സ്ഥലമെന്ന് പറയുന്നത് കുണ്ടള ഡാമിൻ്റെ സൈഡിലോട്ടാണ്. കുണ്ടള ഡാമിൻ്റെ അവിടെ നിന്ന് വഴി അത്യാവശ്യം ഒന്ന് ഇടുങ്ങിയൊരു വഴിയാണ്. കാര്യം നിങ്ങൾക്ക് ആ ഒരു വഴിയുടെ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് എത്രത്തോളം ഇടുങ്ങിയ വഴിയാണെന്ന്. ഒരു ബസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വഴി പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വഴിയെ പറ്റി ഇങ്ങനെ പറഞ്ഞത്. ഇവിടെ അത്യാവശ്യം വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു പോയിൻ്റ്. നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ കാണാൻ നല്ല കോടമഞ്ഞ് ഇറങ്ങുന്ന ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ആ നേരെ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. പക്ഷേ അത് കോടമഞ്ഞൊന്നുമല്ല, തൊട്ടയൽക്കത്തെ പറമ്പിലെ കൃഷിക്ക് വേണ്ടിയിട്ട് പുല്ല് കൂടിയത് കൂട്ടിയിട്ട് കത്തിക്കുന്നതിൻ്റെ പുകയാണ്. കണ്ടു കഴിഞ്ഞാൽ നല്ല കോടമഞ്ഞ് ഇറങ്ങുന്ന ഒരു ഫീലിങ്സൊക്കെ കിട്ടും. ആ ഫീലിങ്സ് വിഷ്വലിലുള്ള ഒരു ഇത് മാത്രമേ ഉള്ളത്. ഇത് ഫീൽ ചെയ്യുമ്പോൾ കോടമഞ്ഞൊന്നും കാര്യങ്ങൾ ഇറങ്ങുന്നതല്ല.
ഇത് പുകയ്ക്കുന്നതാണെന്ന് പ്രത്യേകം പറയുകയാണ്. കാര്യം കോടമഞ്ഞാണോ എന്ന് ആൾക്കാർ ചോദിക്കും. വേണേൽ നമുക്ക് കോടമഞ്ഞാന്നൊക്കെ വേണേൽ പറയാം, കോടമഞ്ഞിനിടയിൽ കൂടെ യാത്ര എന്നൊക്കെ വേണേൽ വിശേഷിപ്പിക്കാം. പക്ഷേ അത് പുകച്ചൊക്കെ നല്ല പുകയുള്ള കാരണം നമ്മൾ പെട്ടെന്ന് അതിനകത്ത് ചുമയ്ക്കുന്നൊക്കെ ഉണ്ട്. അത് വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഈ കാണുന്നത് ഒരു ഉരുള് പൊട്ടിയ സ്ഥലമാണ്. ഈ ഒരു അത്യാവശ്യം നല്ല വാർത്തയിലും കാര്യങ്ങളൊക്കെ വന്ന ഒരു ഉരുള് പൊട്ടിയ സ്ഥലമാണ്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ് പറയാൻ വിട്ടുപോകുന്നത്. ഇത് കണ്ടോ, ആ വ്യൂ കണ്ടോ, ആ ഒരു സ്ഥലത്തിൻ്റെ വ്യൂ. ഇവിടെ നിന്നൊക്കെ ഒരു ഫോട്ടോ എടുത്ത് ആ ഫോട്ടോയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് എത്രമാത്രം ഒരു ഇതാണെന്ന് നിങ്ങൾക്ക് ഈ ഒരു വിഷ്വൽ കണ്ടാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും. അത്ര തന്നെ നല്ലൊരു വ്യൂ പോയിൻ്റ് എന്ന് വേണം ഇതിനെ വിളിക്കാം. അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത. എന്നെ ഈ ഒരു ഇത്രയും വർഷം ആ ഒരു ഉരുള് പൊട്ടിയ ആ ഭാഗം തൊട്ട് ഇത്രയും ദൂരം മാത്രം നമുക്കൊരു പ്രത്യേക ഭംഗിയാണ് നമ്മുടെ മനസ്സിലോട്ട് തരുന്നത് ആ ഒരു സ്ഥലം. വഴി അത്യാവശ്യം മോശമാണ്, എന്നാലും ഇതൊക്കെ ടാർ ചെയ്ത് ഉടനെ ടാർ ചെയ്യും. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ പകുതിയോളം ടാർ ചെയ്തു. നമ്മൾ ഇത്രയും നേരം വന്ന വഴിയൊന്നും ഭയങ്കര മോശമായിരുന്നു, കുണ്ടും കുഴിയും പിന്നെ വള്ളം പോലെ കിടന്ന സ്ഥലമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യാസം വന്നു. നമുക്ക് അവിടെ കൂടെ തന്നെ ടാർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കത് നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇതിലൂടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ടാറിട്ട റോഡ് വഴി നിങ്ങൾക്ക് ഇതുവഴി യാത്ര ചെയ്യാം. നമ്മളിനി നേരെ ചെല്ലുന്നത് കുണ്ടള ഡാമിൻ്റെ സൈഡിലോട്ടാണ്. അവിടെ അത്യാവശ്യം തിരക്ക് കാണുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാര്യം കുണ്ടള ഡാമിൻ്റെ അവിടെ അത്യാവശ്യം തിരക്കുണ്ട്. അവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മിക്കവാറും അവിടെയാണ്, ഈ ഒരു സൈഡാണ് നമുക്ക് അത്യാവശ്യം ബ്ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്നത്. വഴി അത്യാവശ്യം മോശവും കൂടാണ്. പിന്നെ ഇവിടെ ഉരുട് പൊട്ടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി മഴയുള്ള സമയത്ത് ഇതുവഴി യാത്രകളൊക്കെ ഒത്തിരി ഒഴിവാക്കുന്നതാണ് നല്ലത്. കാര്യം ഇവിടെ മഴയില്ല. മൂന്നാർ നല്ല തകൃതിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇവിടെ ഒട്ടും മഴയില്ല. അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നം. അതുകൊണ്ട് നമുക്ക് അത്രയും പേടിക്കാനും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോൾ കുണ്ടള ഡാമിലോട്ട് കയറുന്നതിൻ്റെ ആ ഒരു ഇതിലോട്ട് ആ റോഡിലോട്ട് നമ്മളിപ്പോൾ കയറി. അത്യാവശ്യം നല്ലൊരിതാണ്. ഈ മുകളിൽ കാണുന്നതെല്ലാം ആ തരിശുഭൂമി പോലെ കിടക്കുന്നതെല്ലാം അവിടെയെല്ലാം നമുക്ക് തേയിലകളെല്ലാം അവർ നേരത്തെ ഉണ്ടായിരുന്ന അതെല്ലാം പഴയതെല്ലാം പറിച്ച് കളഞ്ഞ് പുതിയത് ഇത് വെച്ചേക്കാണ്. ഒരു 6 മന്തിനുള്ളിൽ, ഒരു 6 മന്തൊക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു തേയിലത്തോട്ടങ്ങളിലൊക്കെ ആകും അവിടെ. അതിപ്പോൾ നമുക്ക് അതൊക്കെ ആസ്വദിക്കാൻ സാധിക്കും. ഈ വഴി അത്യാവശ്യം ചെറിയൊരു ഇടുങ്ങിയതാണ്. ഒരു ബസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ നല്ല ബ്ലോക്ക് ഉണ്ടാകും, റഷ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ സൺഡേസിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ബ്ലോക്കിലൊക്കെ കിടന്നവർക്ക് അറിയാം ഈ ഒരു വഴിയുടെ പ്രശ്നം എന്താണെന്ന്. അത് പുതിയതായിട്ട് വരുന്നവർക്കും ഈ ഒരു സ്ഥലത്തെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കാനാണ് ഞാൻ ഈ ബ്ലോക്കിൻ്റെ കാര്യം ഒന്ന് എടുത്തു പറഞ്ഞത്. ഞങ്ങളുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുമ്പോൾ എത്രമാത്രം ഇതിനകത്ത് തിരക്ക് വരുമെന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ സാധിക്കും. ഇത് കണ്ടോ, പെട്ടെന്ന് ഒരു ഇൻഡിക്കേറ്റർ പോലും ഇടാതെ ചിലരിങ്ങനെ ഒന്ന് വണ്ടി തിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് ചെറിയ തിരക്കുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാകും. അതാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. കാര്യം വഴിക്ക് വീതിയില്ല. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വൺ വേ, ഒരു ഒറ്റ വഴിപ്പാത എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. അത്രയും നീളമോ കാര്യങ്ങളൊക്കെ ഉള്ളൂ ഈ ഒരു റോഡിന്. കണ്ടോ എത്രമാത്രം കയറിയാണ് ഇടിഞ്ഞ് കിടക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് റോഡ് കാണുമ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ നേരെ ചെല്ലുന്നത് കുണ്ടള ഡാമിലോട്ടാണ്. കുണ്ടള ഡാമിൻ്റെ ഫ്രണ്ടിലോട്ടാണ് നമ്മളിപ്പോൾ കയറി ചെല്ലുന്നത്. ഇതൊരു അത്യാവശ്യം റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ റിസോർട്ട് കാര്യങ്ങൾ, വണ്ടി പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വഴി സൺഡേസിലൊക്കെ വഴി പാർക്ക് ചെയ്തിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടാൽ പിന്നെ നമുക്ക് യാത്ര പോലും പറ്റത്തില്ല. ഇത് കണ്ടോ, ഇതാണ് കുണ്ടള ഡാമിലോട്ട് കയറുന്ന എൻട്രൻസ്. ഇവിടെ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഡാമിലോട്ട് ബോട്ടിങ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാകും. ഇവിടെ ബസ്സൊക്കെ നിർത്തിയിട്ട് ആളുകളൊക്കെ ഇറങ്ങുന്നുണ്ട്. നമ്മുടെ യാത്ര നമ്മൾ ഇവിടെ കൊണ്ടൊന്ന് നിർത്തുകയാണ്. കാര്യം അത്യാവശ്യം ഇപ്പോൾ തന്നെ നല്ല ലെങ്ത് ആയിട്ടുണ്ട് വീഡിയോയ്ക്ക്. എന്താ പറയുക, അത്യാവശ്യം ഇത്രയും നേരം നമ്മുടെ വീഡിയോസ് കണ്ടിരിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. മാക്സിമം ഇപ്പോൾ 10 മിനിറ്റ്, ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് വരെ കാണുന്ന ആളുകളാണ് കൂടുതലും. ഇത്രയും നേരമൊന്നും ആളുകൾ വീഡിയോ കണ്ടിരിക്കുകയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ, ഈ സ്ഥലങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം താഴെ കാണുന്ന കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾ ആ ലൈക്ക് രൂപത്തിലൊന്ന് രേഖപ്പെടുത്തുക, ലൈക്ക് അടിച്ച് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ കാണാത്ത, നമ്മുടെ ചാനലിനെ പറ്റി അറിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അവരിലേക്കൊക്കെ നമ്മുടെ വീഡിയോസ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരൊക്കെ കണ്ട് നമ്മുടെ വീഡിയോയെ സപ്പോർട്ട് ചെയ്യട്ടെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നല്ല മനോഹരമായ വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മൾ കാണാൻ സാധിക്കും. നമ്മുടെ വണ്ടി ഇവിടെ നിർത്തുകയാണ്. ഞാൻ എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഒരു യാത്ര ഇതുവഴി ചെയ്ത് വരുമ്പോൾ എല്ലാ പ്രാവശ്യം ഇവിടെ നിർത്തി നമ്മളൊന്ന് സ്റ്റോ ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മുടെ ബാഗും കാര്യങ്ങളെല്ലാം നല്ല ടൈറ്റായിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്.
നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ വണ്ടി. നമ്മുടെ യാത്ര കാര്യങ്ങളെല്ലാം ചെയ്തത് ഈ വണ്ടിയിലാണ്. നമ്മുടെ ഈ വണ്ടിയുടെ വീഡിയോയും കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കാണാൻ മറക്കരുത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് സുഹൃത്തുക്കൾക്കെല്ലാം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ നിങ്ങളുമായിട്ട് നല്ലൊരു വീഡിയോ ഇതിൻ്റെ ബാക്കി ഭാഗം ഉടനെ വരുന്നതാണ്. അടുത്ത ബാക്കി ഭാഗം ഉടനെ